ഹലോ, എൻ്റെ പേര് സൽമാൻ അൽ ഫാരിസ്. ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. അൽദർ ഇൻറ്റീരിയേഴ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നല്ല സുന്ദരമായൊരു വീടും അതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീട് ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വർക്കുകളും തീർന്ന് ഇൻറ്റീരിയറൊക്കെ ചെയ്ത നല്ലൊരു വീട്. നിങ്ങൾക്ക് ആ വീടിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണമെന്നൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് പോവാം. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് ഇത്. നമ്മൾ വന്നപ്പോൾ തന്നെ നൈറ്റായി, അതുകൊണ്ട് പിന്നെ പുറത്ത് കൂടുതലൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചയിലോട്ട് പോയി കളയാം. മെയിൻ ഡോറ് കയറി നമ്മൾ വീട്ടിലോട്ട് പ്രവേശിച്ചാൽ നമ്മൾ ഫസ്റ്റായിട്ട് സ്വീകരിക്കുന്നത് ഈ ഒരു ഫസാഡാണ്. സ്റ്റോറേജോട് കൂടിയ ഒരു പാർട്ടീഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഹാളും ലിവിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷൻ ഏരിയയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിവിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടി വി സ്റ്റാൻഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ലുവർ പാനലും കാര്യങ്ങളും വെച്ചിട്ട് നല്ല WPCയുടെ ലുവർ പാനലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റോൺ മൈക്ക, മാർബിൾ ഡിസൈനിലുള്ള ഒരു മൈക്കയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടി വി വെക്കുന്ന ഏരിയയിൽ താഴെ മുകളിലായിട്ട് ചെറിയ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. സൈഡ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ 2 വിൻഡോസുകളാണുള്ളത്. അതിലൊക്കെ ബോർഡർ ചെയ്തിട്ട് നല്ലൊരു റോമൻ കർട്ടനുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിശാലമായൊരു സോഫ നമ്മളിവിടെ ലിവിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 8 പേർക്കോ 10 പേർക്കോ ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ലെങ്ത്തിലാണ് നമ്മൾ സോഫ ഇവിടെ ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ആ സീലിങ്ങിനെ രാജകീയമാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു വിശാലമായൊരു മാറ്റ്, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കാർപ്പറ്റാണ് ലിവിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഹാളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരുമ്പോൾ നമുക്ക് സ്റ്റെയറാണ് കണ്ണിൽ തടയുക. സ്റ്റെയറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഷോ പീസുകൾ വെക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ വാട്ടർ ബോഡി സംഗതി, ചെറിയ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ്, ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് ഇവിടെ ഡബിൾ ഹൈറ്റ് ഫീലിലാണ് വരുന്നത്. അവിടെ നമ്മൾക്ക് നല്ലൊരു റൗണ്ടിൽ ജിപ്സത്തിലൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഹാങ് ലൈറ്റൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലും സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ലിവിങ്ങിൻ്റെയും ഹാളിൻ്റെയും ഫസാഡുകൾ പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഒരു ഷോ കേസായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ 8 പേർക്കൊക്കെ ഇരുന്ന് വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു വാഷ് യൂണിറ്റ് അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ട് ലക്ഷറി രീതിയിലാണ് നമ്മൾ ഈ വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബേ വിൻഡോ ഈ ഹാളുണ്ട്. അത് കർട്ടൻ്റെ മറവിലായിട്ടാണ്. കർട്ടൻ നീക്കി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സും നടന്നിട്ടുള്ളത്. ഹാളിലെ സീലിങ്ങിലും നമ്മൾ നല്ലൊരു ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ആംബിയൻസ് വരുത്താൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹാളിൽ നിന്നും ഡയറക്റ്റ് എൻട്രിയാണ് നമ്മുടെ കിച്ചണിലോട്ടുള്ളത്. കിച്ചണിലോട്ടൊന്ന് പ്രവേശിക്കാം. കിച്ചണിലോട്ട് നേരെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ കണ്ണിൽ ഇടത് ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജോട് കൂടിയ ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. അത് 2 ഡോറിൽ ഗ്ലാസ് വിത്ത് ഗ്ലാസ്സോട് കൂടിയിട്ട് ചെയ്തൊരു സ്റ്റോറേജാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിങ്കിൻ്റെ ഏരിയ ഈ ഭാഗത്താണ്. സിങ്കിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു GTPT സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഐറ്റം ഒരു കർട്ടനാണ്. ഈ കർട്ടൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ലൈഡിലോട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇതൊരു പുതിയ ഐറ്റം കർട്ടനാണ്. നമുക്ക് ഏത് ഗ്രില്ലുള്ള ടൈപ്പുകളിലും ഗ്രില്ല് ഏരിയകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനമാണത്. ഇവിടെ നമുക്ക് ഹൂഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തത് ഈ ഭാഗത്താണ്. താഴെ ഭാഗത്ത് സ്റ്റോറേജും കാര്യങ്ങളും 4 ബർണറൊക്കെ ഉള്ളൊരു ഹൂഡ് ആൻഡ് ഹോബാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അടുപ്പും ചെമ്പിനെയും. പിന്നെ നമ്മൾ ഈ ഭാഗത്തോട്ടാണ് അത്യാവശ്യം വലിയ രീതിയിൽ നമ്മളിവിടെ കിച്ചണിൽ സ്റ്റോറേജ് സെറ്റ് ചെയ്തതാണ്. പുള്ളൗട്ട് പോലെ ഉള്ള ട്രാളി യൂണിറ്റ്, ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജുകൾ കാര്യങ്ങൾ, അങ്ങനെ റാക്കിന് മൊത്തത്തിൽ ഡോറൊക്കെ ചെയ്തിട്ട് ആ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഓപ്പൺ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കിച്ചണിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് റൂമിൻ്റെ കാഴ്ചയിലോട്ട് ഒന്ന് പോയി നോക്കാം. വളരെ സിമ്പിളായിക്കൊണ്ട് ലേറ്റായിട്ട് ചെയ്ത റൂമുകളൊക്കെയാണ് നമ്മളിവിടെ ഈ വീട്ടിലുള്ളത്. നല്ലൊരു കാലിഗ്രാഫി ഒക്കെ റൂമിൻ്റെ പാസേജിലുണ്ട്. പിന്നെ നമുക്ക് റൂം വളരെ സിമ്പിളായിക്കൊണ്ട് ലൈറ്റായിട്ട് വളരെ ക്യൂട്ടായിക്കൊണ്ട് സെറ്റ് ചെയ്ത ഒരു ബെഡ്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വുഡിലാണ് നമ്മൾ ഈ ബെഡൊക്കെ ചെയ്തിട്ടുള്ളത്.
സീലിംഗ് ജസ്റ്റ് സിമ്പിൾ രീതിയിൽ ഒരു സീലിങ്ങും റോമൻ കർട്ടനുകളൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു വാൾഡ്രോബും സെറ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിക്കൊണ്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഈ റൂമിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ ആവശ്യാർത്ഥം വുഡും അതേപോലെ പ്ലെയിൻ മൈക്കയും ഐവറി കളറുള്ള പ്ലെയിൻ മൈക്കയും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ അലമാരകൾ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു മറ്റൊരു ബെഡ്റൂമിലോട്ട് നമുക്ക് ഒന്ന് പോയി നോക്കാം. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്, ഗ്രൗണ്ട് ഫ്ലോറിലെ. ഇതും നമ്മൾ അതേപോലെ തന്നെ വുഡൻ മൈക്കയും ഐവറി കളറുള്ള ഒരു മൈക്കയും അവിടെ മിക്സ് ചെയ്തിട്ട് ചെയ്ത ഒരു വാൾഡ്രോബും അതുപോലെ വുഡിൽ തീർത്തൊരു ബെഡും റോമൻ കർട്ടനുകളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത ഒരു ക്യൂട്ട് ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. മുകളിലായിട്ട് ജസ്റ്റ് ബെഡിന് സമാന്തരമായിക്കൊണ്ടൊരു ജസ്റ്റ് ഒരു സീലിംഗ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുഴുവനായിട്ട് സീലിംഗ് ചെയ്തിട്ടില്ല. അത് പോയിൻറ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ സീലിങ്ങിൽ കൊണ്ടുവന്നിട്ട് ജിപ്സം വളരെ കുറഞ്ഞ ഏരിയയാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ മുകളിൽ സ്റ്റെയർ കയറിയിട്ടൊന്ന് ജസ്റ്റ് മുകളിലത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് കാണാം. ഈ സ്റ്റെയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡും ഗ്ലാസും മിക്സ് ചെയ്തിട്ടാണ്. ഫുള്ള് ഒരു വുഡൻ ടച്ചിലാണ് നമ്മൾ അതിൻ്റെ സ്റ്റെയറുകൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഞാൻ മേൽപ്പറഞ്ഞ പോലത്തെ ഒരു ജിപ്സത്തിൽ ജസ്റ്റ് ഒരു പറകോളൊക്കെ ഒരു ബോർഡറൊക്കെ ചെയ്ത് അതിൽ നല്ലൊരു വലിയ രീതിയിലുള്ളൊരു ആംബിയൻസ് ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് തൂക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഹൈറ്റ് ഫീലിനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ മുകളിലെ ഒരു ബെഡ്റൂമും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ബെഡ്റൂമിലെ പാസേജിൽ മേൽപ്പറഞ്ഞ പോലെ തന്നെ കാലിഗ്രാഫി ഉണ്ട്. സിമ്പിളായിട്ടൊരു 6 ഫീറ്റിലൊരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടനുകളുണ്ട്, റോമൻ കർട്ടനുകളും നല്ലൊരു അലമാരയും. ഇതാണ് നമ്മൾ മുകളിലെ ബെഡ്റൂമുകളിലും കാണാനുള്ളത്. ഇതേപോലെ തന്നെ 2 ബെഡ്റൂം, 5 ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം ഉള്ളത്. ഒരു ബേ വിൻഡോയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് നിർത്തട്ടെ. താങ്ക് യു.